ഇന്ത്യയിലെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന നിലയിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം IPCയിൽ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നതും സംരക്ഷിക്കേണ്ടെന്നവൻ തന്നെ പെൺകുട്ടിയുടെ മാനം കവരുന്നതിന് ന്യായീകരണം അങ്ങനെ നീതിദേവതയുടെ മറവിൽ കണ്ടെത്താൻ കോടതികൾ തയ്യാറായപ്പോൾ അതിനെതിരായി ഇന്ത്യയുടെ പാർലമെന്റ് ഒരാഴ്ചക്കാലം സ്തംഭിച്ചപ്പോൾ അതിന് നേതൃത്വം നൽകിയത് സാക്ഷാൽ സഖാവ് സുശീല ഗോപാലനായിരുന്നു. നിങ്ങളിൽ പലരും വക്കീലന്മാരുണ്ട്. സഖാവ് മടവൂർ അനിലടക്കം, സഖാവ് ഷാജഹാൻ അടക്കം, ഇവിടെ നിരവധി പേർ വക്കീലന്മാരുണ്ട്. IPCയിലെ സെക്ഷൻ 379 ഭേദഗതി, 376 ഭേദഗതി അല്ലേ, റേപ്പ് IPC രവീണ IPC 376, അതിൽ കസ്റ്റോഡിയൽ റേപ്പ് എന്നൊരു പുതിയ വിഭാഗം എഴുതി ചേർക്കുന്നതും ശിക്ഷ കടുപ്പിക്കുന്നതും ഇന്ത്യയുടെ പാർലമെന്റ് നിയമനിർമ്മാണം നടപ്പാക്കുന്നതിന് കാരണം സഖാവ് സുശീല ഗോപാലനായിരുന്നു. കോൺഗ്രസിന്റെ നേതാവായിരുന്നു ശ്രീ തലേക്കുന്നിൽ ബഷീർ. 1996 നിങ്ങളുടെ മുന്നിലേക്ക് വോട്ടഭ്യർത്ഥിച്ചു വന്ന പഴയൊരു നിക്കറിട്ട പയ്യനാണ് ഞാൻ. ശ്രീ തലേക്കുന്നിൽ ബഷീറാണ് പരാജയപ്പെട്ടത്. പക്ഷെ അദ്ദേഹം, നിങ്ങളറിയണം, ഇന്ന് ഇസ്രയേലി അധിനിവേശത്തെ തുടർന്ന് കൂട്ടക്കുരുതി നടക്കുന്നതായ ഗാസ മുനമ്പടക്കമുള്ള ഫലസ്തീൻ, ആ ഫലസ്തീന്റെ നേതാവായിരുന്ന സാക്ഷാൽ യാസർ അറാഫത്തിനെ നേരിട്ട് കണ്ട് ഇന്ത്യയുടെ പ്രതിനിധി സംഘത്തിൽ അംഗമായിരുന്നു ശ്രീ തലേക്കുന്നിൽ ബഷീർ. ഇന്നത്തെ കോൺഗ്രസുകാർക്ക് അദ്ദേഹത്തിന്റെ ചരിത്രം പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇന്ത്യയുടെ സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടിന്റെ പ്രതീകമായിരുന്നു ആ മനുഷ്യൻ. എന്റെ പിതാവ് സഖാവ് അനിരുദ്ധൻ ഈ മണ്ഡലത്തിന് പ്രതിനിധാനം ചെയ്തിരുന്നു. ഇന്ത്യയിലെ അമേരിക്കൻ ഇടപെടലുകളെ കുറിച്ച് ഏറ്റവും കൂടുതൽ ലോക്സഭയിൽ അങ്ങനെ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആളാണ്. ഈ കഴിഞ്ഞ 5 കൊല്ലക്കാലം എന്ത് സംഭവിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇന്ത്യയിലെ BJP സർക്കാരിനെതിരായി, NDA സർക്കാരിനെതിരായി, അവരുടെ തെറ്റുകൾക്കെതിരായി, ജനദ്രോഹ നടപടികൾക്കെതിരായി, ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി, രാജ്യത്തെ വിറ്റുതുലയ്ക്കുന്ന നടപടികൾക്കെതിരായി പാർലമെന്റിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കാനായി പോലും ധൈര്യം കാണിക്കാത്ത 18 MPമാരാണ് 17ാം ലോക്സഭയിൽ ഇവിടെ നിന്ന് അങ്ങനെ വിജയിച്ചു പോയത് എന്ന് പറയുന്നതിൽ നാണക്കേട് നമുക്കുമുണ്ട്. ചില BJP നേതാക്കളെല്ലാം അപ്പുറത്തിരുന്ന് കണ്ണട വെച്ച് കണ്ണുരുട്ടി കാണിച്ച് താടി തടവിയാൽ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടി ജലധാരാ പ്രവാഹം ഉണ്ടാകുന്ന ചില പാർലമെന്റ് അംഗങ്ങളെ സംഭാവന ചെയ്യേണ്ടുന്ന ഗതികേടിലേക്ക് കേരളം എത്തി 5 കൊല്ലത്തിന് മുമ്പ്. ആ തെറ്റു തിരുത്താനായി കഴിയണം. വിദ്യാർത്ഥികളുടെ നേതാവായി, പോരാട്ടങ്ങളുടെ നായകനായി, മർദ്ദനത്തിന് മുമ്പിൽ മുട്ടുമടക്കാതെ അത്തരത്തിൽ നമ്മുടെ കുട്ടി, നമ്മുടെ സ്വന്തം കുട്ടി, നമ്മുടെ ജോയി, സഖാവ് ജോയി, അഡ്വക്കേറ്റ് വി ജോയി ചുറ്റികാരുവാൾ നക്ഷത്രം അടയാളത്തിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന്റെ പ്രതിനിധിയായി 18ാം ലോക്സഭയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് പറയാൻ കഴിയണം, സാമ്രാജ്യത്വ വിരുദ്ധ കലാപം ആദ്യമായി ഇന്ത്യയിൽ അങ്ങനെ അരങ്ങേറിയ നാടിന്റെ പിന്മുറക്കാരായ ഞങ്ങൾ ഇവിടെ ഇതാ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി, രാജ്യത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി, ഈ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി മണ്ണിന്റെ മക്കളുടെ നേതാവായി നാം ജോയിയെ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് സംഭാവന ചെയ്തിരിക്കുന്നു എന്ന് പറയാൻ കഴിയണം. ഇത് മാത്രമാണ് എൻ്റെ അഭ്യർത്ഥന. അഭിമാനികളായ ജനതയാണ് കേരളീയർ. നിങ്ങളിൽ ഒരുപാട് പേർ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികളാണ്. സഖാവ് വർക്കല രാധാകൃഷ്ണൻ പാർലമെന്റ് അംഗമായിരിക്കുമ്പോഴാണ് ആ നിയമം വരുന്നത്. പിന്നീട് 16ാം ലോക്സഭയിൽ ഞാൻ അംഗമായിരിക്കുമ്പോൾ 1ാം മോദി സർക്കാരിന്റെ കാലത്ത് അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ വൃത്തിയാക്കലും എല്ലാ പണിയും, മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പണിയും, കാരണം മനുഷ്യനാണ് ഈ ലോകത്തിലെ പുരോഗതിയുടെ അടിസ്ഥാന ഘടകം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികളെ ആക്ഷേപിച്ചു പറഞ്ഞത്, എല്ലാ തൊഴിലും മഹത്തരമാണെങ്കിലും അദ്ദേഹം ആക്ഷേപിച്ച്, അദ്ദേഹത്തിന്റെ ആംഗ്യ വിക്ഷേപങ്ങൾ അങ്ങനെയാണ്, നിങ്ങൾക്കറിയാമല്ലോ. തോട്ടിത്തൊഴിലാളികൾ ഇവിടെ ഈ നാടിനുണ്ടാക്കിയ ദുരന്തങ്ങൾ എന്നുള്ളത് നോട്ട് നിരോധനം, പെട്രോളിന്റെ ഡീസലിന്റെ വിലവർദ്ധനവ്, 20 ലക്ഷം വേക്കൻസികൾ നികത്താതെ ഇരിക്കൽ, പട്ടാളത്തിൽ കരാർവൽക്കരണം, കൽക്കരി ഖനികൾ മുതൽ പൊതുസ്വത്ത്, ബാങ്കുകളും ഇൻഷുറൻസ് കമ്പനികളും വരെ വിറ്റു തുലയ്ക്കൽ, വിമാനത്താവളം വിൽക്കുക, തുറമുഖം വിൽക്കുക, എല്ലാ കമ്പനികളും വിൽക്കുക.
എന്നിട്ട് പറയുക നാടിന്റെ വികസനമാണ് ഇത് എന്ന്. സാമൂഹ്യ നീതി അപ്രത്യക്ഷമാക്കുക, ഭരണഘടന അനുശാസിക്കുന്ന സംവരണ തത്വങ്ങൾ മുഴുവൻ അട്ടിമറിക്കുക, രാജ്യത്തെ ജനങ്ങളെ കണ്ടാൽ അറിയാത്തവരാക്കി ഭിന്നിപ്പിക്കുക. ഞാൻ 2 മിനിറ്റ് കൂടി എടുത്ത് എൻ്റെ വർത്തമാനം നിർത്തുകയാണ്. ഒരു കാലത്ത് ബ്രിട്ടീഷ് ഇന്ത്യ വിഭജിച്ചു. സ്വാതന്ത്ര്യത്തിന് അതല്ലാതെ മാർഗമില്ലാതെ വന്നപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജിക്കപ്പെട്ടു. അഭയാർത്ഥികളായി ലക്ഷക്കണക്കിന് ആളുകൾ, ആണുങ്ങളും പെണ്ണുങ്ങളും കൊച്ചുകുട്ടികളും ഉടുതുണി മറയ്ക്കാൻ മറുതുണി പോലും ഇല്ലാതെ ജീവനും കൊണ്ട് ഓടി അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം പോയ ലക്ഷക്കണക്കിന് ആളുകൾ അരിങ്കൊല ചെയ്യപ്പെട്ടു. ഒഴുകിയ ചോരയ്ക്ക് ജാതി ഉണ്ടായിരുന്നില്ല, മതമുണ്ടായിരുന്നില്ല, ലിംഗവർണ്ണ വ്യത്യാസം ഉണ്ടായിരുന്നില്ല, പ്രായവ്യത്യാസം ഉണ്ടായിരുന്നില്ല. അറ്റുവീണ കബന്ധങ്ങൾക്ക് മുകളിലാണ് കാപാലികർ അഴിഞ്ഞാടിയത്. മനുഷ്യന് കുടിക്കാനുള്ള വെള്ളം ഇധർ ഹിന്ദു പാനി ഹേ, ഹിന്ദു പാനി ഹേ, മുസ്ലിം പാനി ഹേ, ഇധർ മുസ്ലിം പാനി ഹേ. ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് നമ്മൾ ഒരാൾ കുടിച്ചിട്ട് തൊട്ടടുത്തിരിക്കുന്ന സഹോദരി അവളുടെ കയ്യിലേക്ക് കൊടുക്കുന്ന ഒരു കുപ്പി വെള്ളത്തിന് ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, ഭാഷയില്ല, ഒരു ഉച്ചനീചത്വവുമില്ല. പക്ഷേ രാജ്യം വെട്ടിമുറിക്കപ്പെട്ടപ്പോൾ അത്തരത്തിൽ അഭയാർത്ഥി ക്യാമ്പുകളിൽ മുസ്ലിം പാനിയും ഹിന്ദു പാനിയുമായി വെച്ച് പട്ടാളം കാവൽ നിൽക്കേണ്ടുന്ന ഗതികേടുണ്ടായത് തിരിച്ചു കൊണ്ടുവരാനാണ് BJP ആഗ്രഹിക്കുന്നത്. പൗരത്വം, മതത്തിന്റെ പേരിൽ പൗരത്വം, ഇന്ത്യയെ ഒരു മത അധിഷ്ഠിത രാഷ്ട്രമാക്കി മാറ്റാൻ അനുവദിക്കില്ല എന്നാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. നമ്മുടെ നായകൻ സഖാവ് പിണറായി വിജയൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത് പൗരത്വ നിയമ ഭേദഗതി നിയമം കേരളം നടപ്പാക്കില്ല, 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 നടപ്പാക്കില്ല എന്ന് കേരളം പറഞ്ഞാൽ നടപ്പാക്കില്ല. കൂലി അടിമ സമ്പ്രദായം കൊണ്ടുവരാനായി ലേബർ കോഡ് പാസാക്കിയല്ലോ പാർലമെന്റ്. അതാദ്യം നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചത് കോൺഗ്രസ് ഭരിച്ച രാജസ്ഥാനിലാണ്. ഈ കേരളം ഇതുവരെ ഇവിടെ നടപ്പാക്കിയിട്ടില്ല, നടപ്പാക്കില്ല. കേരളം ഇന്ത്യക്ക് മാതൃകയാണ്, മുമ്പും ഇപ്പോഴും എപ്പോഴും. ഇന്ത്യയിൽ ഏറ്റവും പ്രതീക്ഷിതായുസുള്ള സംസ്ഥാനം കേരളം. അതുകൊണ്ടാണല്ലോ എൻ്റെ MP ഫണ്ടിലും സത്യൻ്റെ MLA ഫണ്ടിലും ജോയിയുടെ MLA ഫണ്ടിലും അപ്പുറത്ത് DK മുരളിയുടെ MLA ഫണ്ടിലും അപ്പുറത്ത് ഇപ്പോൾ GR അനിലിൻ്റെ MLA ഫണ്ടിലും തൊട്ട് തെക്ക് കാട്ടാക്കടയിൽ IB സതീഷിൻ്റെ MLA ഫണ്ടിലും ഇപ്പുറത്ത് V ശശിയുടെ MLA ഫണ്ടിലും ഇങ്ങനെ നമ്മുടെ 7 MLA ഈ മണ്ഡലത്തിലുള്ളവരുടെയും ഒക്കെ അവരുടെയൊക്കെ ഫണ്ടിൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് ഇവിടെ ആംബുലൻസ് ഓടുന്നില്ലേ? അവിടെ ഒരു ആംബുലൻസ് ഉണ്ടായിരുന്നല്ലോ, അവിടെ കിടപ്പുണ്ടായിരുന്നു. സത്യൻ്റെ MLA ഫണ്ടിൽ ഒട്ടൂർ പഞ്ചായത്തിൻ്റെ പാലിയേറ്റീവ് കെയർ ആംബുലൻസ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിതായുസുള്ള സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ പ്രതീക്ഷിതായുസിൻ്റെ 10 വയസ്സ് കൂടുതലാണ് കേരളത്തിൽ മനുഷ്യൻ്റെ ആയുസ്. ഇന്ത്യയിൽ ശിശുമരണ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളം. ശിശുമരണ നിരക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം UP, അത് കഴിഞ്ഞാൽ ബീഹാർ, പിന്നീട് ഗുജറാത്ത്, പിന്നീട് മധ്യപ്രദേശ്. മാതൃമരണ നിരക്ക് പ്രസവ സമയത്ത് അമ്മമാർ മരിക്കുന്നത് ഏതാണ്ട് ഇല്ല എന്ന് പറയാവുന്ന ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഈ കേരളം. ഇന്ത്യ അന്തം വിട്ട് നിൽക്കുകയാണ്. എല്ലാ കുട്ടികളും സ്കൂളിൽ പോകുന്ന സംസ്ഥാനം കേരളം. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം ഹൈടെക്, പൊതുജനാരോഗ്യ രംഗം ഏറ്റവും മുൻപന്തിയിൽ കേരളം. കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ, ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം, സെക്രട്ടേറിയറ്റിൻ്റെ അടുത്ത് നിങ്ങൾ പല ആളുകൾ ഇവിടെ വന്ന് തീവണ്ടിയിൽ തമ്പാനൂർ വരും, അപ്പുറത്ത് ഈ KSRTC ബസ്സിൽ വന്നിട്ട് തമ്പാനൂർ ഇറങ്ങും. പഴയ ചെങ്കൽച്ചൂള കോളനി ഓർമ്മയുണ്ടോ? പഴയ ചെങ്കൽച്ചൂള കോളനി കേട്ടിട്ടുണ്ടോ? സെക്രട്ടേറിയറ്റിൻ്റെ താഴെ അവിടെ നിന്ന് ചെങ്കല്ല് അത് ഉണ്ടാക്കി അത് ചുട്ടെടുത്താണ് ഹജൂർ കച്ചേരി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ അതിൻ്റെ പേര് രാജാജി നഗർ എന്നാണ്. ചെങ്കൽച്ചൂള എന്നൊന്നും അവിടെ ചെന്ന് പറയരുത്. ആ രാജാജി നഗറിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം നിങ്ങളൊന്ന് കാണണം. രാജാജി നഗറിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം നിങ്ങൾ കാണണം. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന അമ്മമ്മമാർ പറയില്ലേ, ഈ തറയിൽ വാഴയിലിട്ട് ചോറിട്ട് കഴിക്കാവുന്ന അത്ര വൃത്തിയുള്ള വെടിപ്പുള്ള അത്യാവശ്യം എല്ലാ മരുന്നുകളും ഡോക്ടർമാരുടെ സേവനവും ഉള്ളത് ഒരു ചേരി പ്രദേശമെന്ന് മുമ്പ് പറഞ്ഞിരുന്ന സ്ഥലത്തുള്ളൊരു പ്രൈമറി ഹെൽത്ത് സെൻ്ററാണ് കേരളം. അതാണ് കേരളം അങ്ങനെ ആക്കിയതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ പങ്കുണ്ട്. ഇവിടെ
നമ്മുടെ നാട്ടിലെ പൊതുമേഖലയെ നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുകയാണ്. വിറ്റ് തുലയ്ക്കുകയല്ല ചെയ്യുന്നത്. ഇപ്പോൾ പെരുന്നാൾ, ചെറിയ പെരുന്നാൾ, അതിന് തൊട്ട് മുമ്പ് ഈസ്റ്റർ, ഇനിയിപ്പോൾ വിഷു. ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം, മറ്റ് നേതാക്കളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെയൊക്കെ വീടുകളിൽ അപ്പൂപ്പന്മാരും അമ്മമ്മമാരും ഒക്കെ ഉണ്ട്. സ്കൂൾ അടച്ച സമയമാണിത്. അപ്പോൾ 2 മാസം വെക്കേഷനാണ്. കടുത്ത ചൂടിലും പിള്ളേർ കളിക്കരുതെന്ന് പറഞ്ഞാലും എല്ലാം വെളിയിലിറങ്ങും. ഒരു കാര്യം ഉറപ്പിക്കാം, നമ്മുടെ വീട്ടിലെ കൊച്ചുകുട്ടികൾ ഉമ്മുമ്മയുടെ, ഉപ്പാപ്പയുടെ, അപ്പാപ്പൻ്റെ, അമ്മുമ്മയുടെ ചുറ്റുവട്ടത്തിങ്ങനെ ഉപഗ്രഹങ്ങൾ പോലെ കറങ്ങി നടക്കുന്നുണ്ട് എങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം, 3 മാസത്തെ പെൻഷൻ തുക അപ്പൂപ്പൻ്റെ, അമ്മുമ്മയുടെ, ഉപ്പാപ്പയുടെ കയ്യിൽ എത്തി എന്നപ്പോൾ ഉറപ്പിക്കാം. ആ പെൻഷൻ തുക വന്നോ ഇല്ലയോ എന്ന് വീട്ടുകാർ അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ കൊച്ചുമക്കൾ മണത്ത് കണ്ടുപിടിക്കും ആ പണം വന്നിട്ടുണ്ട് എന്ന്. 45 രൂപയായി ഒരു കാലത്ത് സഖാവ് VK നായനാർ ഈ കേരളത്തിൽ തുടക്കം കുറിച്ചത്. അന്ന് മറന്നു പോകരുത്, ആ 45 രൂപ വാങ്ങാൻ ഭാഗ്യം ലഭിച്ച നമ്മുടെ വല്യമ്മമാരും അപ്പൂപ്പന്മാരും ചിലരിവിടെ ഉണ്ടാവും. ഓർമ്മയില്ലേ അന്ന് കോൺഗ്രസ്സുകാർ ഈ വർക്കലയിൽ വിളിച്ച മുദ്രാവാക്യം? സഖാവ് നായനാരെ എന്താണ് വിളിച്ചതെന്ന്? സഖാവ് നായനാരുടെ പേരിൻ്റെ ആദ്യത്തെ 2 അക്ഷരം മാത്രം വെച്ചിട്ടൊരു മുദ്രാവാക്യം ഉണ്ടാക്കിയില്ലേ? ഓർമ്മയില്ലേ? ഈ ഖജനാവ് മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞില്ലേ? അന്ന് സഖാവ് നായനാർ അതിന് മറുപടി പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുമ്പോൾ, സഖാവ് പിണറായി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഇപ്പോൾ അത് 1600 രൂപ വരെയായി. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എത്ര രൂപ കൊടുക്കുന്നുണ്ട്? എത്ര മാസത്തെ കുടിശ്ശികയുണ്ട്? കോൺഗ്രസ് അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളിൽ എത്ര രൂപ കൊടുക്കാനുണ്ട്? എത്ര മാസത്തെ കുടിശ്ശികയുണ്ട്? നമ്മൾ ഈ കേരളം ഒരു കാലത്ത് സ്വാമി വിവേകാനന്ദൻ ഇങ്ങോട്ടേക്ക് കടന്നു വന്നിട്ട് തലയിൽ കൈവച്ച് പ്രാഗി കൊണ്ടുപോയി, ഇത് ഭ്രാന്താലയമാണ്. സ്വാമിയോട് ചോദിച്ചു, സ്വാമി, കാഷായ വേഷധാരിയായ സ്വാമി അമ്പലത്തിലേക്ക് വന്നപ്പോൾ അന്ന് സ്വാമിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, സ്വാമിജി ആപ്കി ഗോത്ര ക്യാ ഹേ, ആപ്കി ഗോത്ര ക്യാ ഹേ? സ്വാമിജിയുടെ ശിവഗിരി എന്നാണല്ലോ വന്നിരിക്കണത് നമ്മൾ. സ്വാമിജി ചിരിക്കാനും വേണ്ട, ഞാൻ ഉള്ളത് തന്നെ പറഞ്ഞു. സ്വാമിജി അങ്ങയുടെ ജാതി എന്ത് ചോദിച്ചല്ലേ? ആ നാടാണ് ശ്രീനാരായണ ഗുരു ഉൾപ്പെടെ, വക്കം മൗലവി ഉൾപ്പെടെ, ചട്ടമ്പി സ്വാമികൾ ഉൾപ്പെടെ, ചാവറ അച്ഛൻ ഉൾപ്പെടെ, അങ്ങനെയെല്ലാം അത്തരത്തിലെ മഹാരഥന്മാരുടെ, മഹാത്മാ അയ്യൻകാളി വരെ, അയ്യാ വൈകുണ്ഠസ്വാമികൾ, അയ്യാസ്വാമികൾ, അങ്ങനെ മഹാരഥന്മാരുടെ എല്ലാം പ്രവർത്തന ഫലമായി ഇന്ന് ലോകമറിയുകയാണ് കേരളം എന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന സായിപ്പ് വിളിക്കുകയാണ്. ഇറ്റ്സ് എ ഗോഡ്സ് ഓൺ കൺട്രി. സഖാവ് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ 7.5 കൊല്ലമായി 8 കൊല്ലമായി ഇന്ത്യയിൽ വർഗീയ കലാപങ്ങളില്ലാത്തൊരു സംസ്ഥാനം, ആ സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്നാണ്. വർഗീയ കലാപങ്ങളില്ലാത്തൊരു നാട് അല്ലേ? ഈ കേരളത്തിൽ വർഗീയ രാഷ്ട്രീയം അഴിഞ്ഞാടാൻ നമ്മൾ അനുവദിക്കില്ല. വർഗീയ രാഷ്ട്രീയത്തെ ചെറുക്കും, വിഭജന രാഷ്ട്രീയത്തെ ചെറുക്കും, മതനിരപേക്ഷത സംരക്ഷിക്കും. കേരളം നേടിയ നേട്ടങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കും. അത് ഒരു വിളക്കിൽ നിന്ന് മറ്റൊരു വിളക്കിലേക്ക്, ഒരു ദീപം മറ്റൊരു ദീപമായി പടരുന്നത് പോലെ, ആ പ്രകാശത്തെ നമ്മൾ പകർന്നു നൽകുന്നത് പോലെ നന്മകൾ, കേരളത്തിൻ്റെ ഐശ്വര്യം ഈ ഇന്ത്യയിലേക്ക് അത്തരത്തിൽ ഇതാ മാതൃക, ഇതാ ബദൽ, ഇതാണ് നിങ്ങൾ അനുവർത്തിക്കേണ്ടത് എന്ന് അഭിമാനപൂർവ്വം പറയാൻ നമ്മുടെ പ്രതിനിധിയായി സഖാവ് ജോയി, അഡ്വക്കേറ്റ് വി ജോയി, നമ്മുടെ സ്വന്തം നാട്ടുകാരനായ ജോയി, അതിനപ്പുറം ഞാൻ വേറൊന്നും പറയണ്ടല്ലോ. ജോയിയെ പരിചയപ്പെടുത്താനായി ആരോടെങ്കിലും ചെന്നിട്ട് ജോയിയെ പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അവരിങ്ങോട്ടേക്ക്, പണ്ട് വർക്കല രാധാകൃഷ്ണൻ സാറിൻ്റെ കഥ പറഞ്ഞതുപോലെ നമ്മുടെ ചെവിക്ക് അവർ ഇങ്ങോട്ടേക്ക് പിടിക്കും. ഈ നാടിൻ്റെ പുത്രനെ, ഈ നാട്ടുകാരുടെ ഓമനയെ, നമ്മുടെ പ്രതിനിധിയെ നമ്മളോടൊപ്പം എല്ലാ സന്തോഷങ്ങളിലും സന്താപങ്ങളിലും ഒരു സഹോദരനെ പോലെ, സഖാവിനെ പോലെ, സഖാവ് എന്ന് പറഞ്ഞാൽ മരണത്തിൽ മാത്രം വിട്ടുപിരിയുന്നവൻ എന്നർത്ഥത്തിലാണ്, നമ്മുടെ സ്വന്തം ജീവന്റെ തുടിപ്പായി കൂടെ നിന്നവൻ,
51% വോട്ടുകൾ അത്തരത്തിലൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥിക്ക് സമ്മാനിക്കുക എന്ന അസൂയാവഹമായ അഭിമാനകരമായ പ്രവൃത്തി ചെയ്തവരാണ് വർക്കല നിയോജക മണ്ഡലത്തിലെ സമ്മതിദായകർ. 51% വോട്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പാകുമ്പോൾ ആ 51% എന്നത് വീണ്ടും വർദ്ധിപ്പിക്കാനും ഈ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ സഖാവ് ജോയിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് സമ്മാനിച്ച മണ്ഡലം ഏതെന്ന ചോദ്യത്തിന് വർക്കല എന്ന ഉത്തരം പറയാനും, ജോയിക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ച നിയമസഭാ മണ്ഡലം ഏത് എന്ന ചോദ്യത്തിന് വർക്കല നിയമസഭാ മണ്ഡലമെന്നും ഈ ഭൂരിപക്ഷത്തിന് ഏറ്റവും വലിയ അടിത്തറ പാകിയത് വർക്കലയാണ് എന്നും അഭിമാനപൂർവ്വം പറയാൻ നമുക്ക് ഇടയാകട്ടെ എന്നും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൻ്റെ 18ാം ലോക്സഭയിലേക്ക് നമ്മുടെ പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുക്കാൻ 26-ാം തീയതി എല്ലാവരെയും പോളിംഗ് ബൂത്തിലേക്ക് എത്തിച്ച് ചുറ്റികാരിവാൾ നക്ഷത്രം അടയാളത്തിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തി, അത് രേഖപ്പെടുത്തിയത് ഉറപ്പാണ് എന്ന് നിജപ്പെടുത്തിയതിന് ശേഷം മാത്രം പോളിംഗ് ബൂത്തിൽ നിന്ന് പുറത്തു വരാവൂ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സഖാവ് ജോയിക്ക്, നമ്മുടെ സ്വന്തം ജോയിക്ക് എല്ലാ വിജയാശംസകളും നേരുന്നു. ചുറ്റിക അരിവാൾ നക്ഷത്രം അഡ്വക്കേറ്റ് വി ജോയി. നന്ദി, അഭിവാദ്യങ്ങൾ.